ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം സുഹൃത്തുക്കളെ. ഈ കാണുന്നതാണ് ദുബൈയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്ലോക്ക് ടവർ. നോക്കിയ നിങ്ങൾ, ഇതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ദുബൈയിലെ ക്ലോക്ക് ടവറാണ് ഈ കാണുന്നത്. ഈ ക്ലോക്ക് ടവറിൻ്റെ അടുത്താണ് ഇപ്പോൾ ഞാനുള്ളത്. ഈ ക്ലോക്ക് ടവറിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ക്ലോക്ക് ടവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ദേറ ക്ലോക്ക് ടവർ, ബുർജുൽ സാ, ദ ക്ലോക്ക് ടവർ റൗണ്ട് അബൌട്ട്, the cultural landmark of Dubai. The Daily Telegraph newspaper listed the Dubai clock tower among the 17 of the world's most beautiful clock towers. 1965 ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഡിസൈനർ ഓട്ടോ ബുള്ളാഡ്, ആർക്കിടെക്ചർ ഒരു സിറിയൻ ആർക്കിടെക്റ്റാണ്. പേര് സിക്കി ഹോംസി എന്നാണ്. അൽറിഗയിലാണ് ഈ ക്ലോക്ക് ടവർ ഉള്ളത്. ദുബായിൻ്റെ ട്രാഫിക് കുരുക്കുകളെ അഴിച്ച് എല്ലായിടത്തേക്കും എളുപ്പമാർഗത്തിൽ വാഹനങ്ങളെ തിരിച്ചുവിടാൻ കഴിയുന്ന ഒരു റൗണ്ട് അബൌട്ടാണ്. D89 ഉമ്മു ഹുറൈർ അൽ മക്തൂം റോഡ്, മൊറഗബാദിൽ നിന്നും അൽ മക്തൂം ബ്രിഡ്ജ് വഴി ബർദുബൈ, അബുദാബിക്ക് പോകാനും അതുപോലെ ദേരയിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുമ്പോഴും എയർപോർട്ടിൽ നിന്ന് ദേരയ്ക്ക് പോകുമ്പോഴും കാണുന്ന റൗണ്ട് അബൌട്ടാണ് ഇത്. ഈ മനോഹരമായ ക്ലോക്ക് ടവർ കാണാൻ നല്ല രസമില്ലേ? ഇത് നൈറ്റിൽ കാണുമ്പോൾ നമുക്ക് ഒന്നും കൂടി മനോഹരമായിട്ട് കാണാൻ കഴിയും. ഇതിൻ്റെ മേലെ ലൈറ്റൊക്കെ അടിച്ച് വളരെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ക്ലോക്ക് ടവർ കാണാൻ കഴിയും. രാത്രി ആയാലും പകലായാലും ദൂരെ നിന്നായാലും റൗണ്ടിൻ്റെ ഏത് ഭാഗത്ത് നിന്നായാലും ഇതിൻ്റെ സമയം വ്യക്തമായി കാണാൻ കഴിയും. അത് മാത്രമല്ല, ലോകത്ത് തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള ഒമേഗ ക്ലോക്കാണ്. ഈ ക്ലോക്ക് ടവറിൻ്റെ പിന്നിൽ ഒരു രസകരമായ ചരിത്രമുണ്ട്. ദുബായിലെ മരുമകനായിട്ടുള്ള ഖത്തറിലെ ഷെയ്ഖ് ഇവിടുത്തെ ദുബായ് ഷെയ്ഖിന് അന്നൊരു വലിയ ഗിഫ്റ്റ് കൊടുത്തിരുന്നു. ഒരു വലിയ ക്ലോക്ക് കൊടുത്തിരുന്നു. ആ ക്ലോക്കിൻ്റെ മാതൃകയിലാണ്, അല്ലെങ്കിൽ ആ ക്ലോക്കിൻ്റെ ഓർമ്മയിലാണ് ഈ ക്ലോക്ക് ടവർ പണിതത് എന്നാണ് ചരിത്രം പറയുന്നത്. ദിവസവും അനേകം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു റൗണ്ട് അബൌട്ടാണിത്. മൊറഗബാദിൽ നിന്നും അൽ മക്തൂം ബ്രിഡ്ജ് വഴി ബർദുബയിലേക്കും കറാമയിലേക്കും അബുദാബിയിലേക്കും അതുപോലെ തന്നെ ദേരയിൽ നിന്ന് എയർപോർട്ടിലേക്കും റാഷിദിയയിലേക്കും ഇത്തിഹാദ് റോഡിലേക്കും ഷാർജയിലേക്കൊക്കെ വാഹനങ്ങളെ തിരിച്ചുവിടുന്ന ഒരു റൗണ്ട് അബൌട്ടാണ്. അതുമാത്രമല്ല, കൊമേഴ്ഷ്യലായിട്ട് വളരെ യൂസ് ചെയ്യുന്ന, വളരെ ഉപകാരപ്പെടുന്ന ഒരു റൗണ്ടാണ്. ഞാൻ തന്നെ ഈ റൗണ്ടിലൂടെ ദിവസവും 2 തവണ പോകുന്നുണ്ട്. ഈ റൗണ്ട് അബൌട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവിടെ ട്രാഫിക് അങ്ങനെ ജാമാവില്ല. പെട്ടെന്ന് തന്നെ തുറന്നു വിടുന്ന ഒരു ട്രാഫിക് സിഗ്നലാണ് ഈ റൗണ്ടിൽ വെച്ചിട്ടുള്ളത്. ദുബായിക്ക് പുറത്തു നിന്ന് വരുന്ന പുതിയ വാഹനങ്ങൾക്കും ഡ്രൈവർമാർക്കൊക്കെ ഒരു ലാൻഡ്മാർക്കായിട്ടാണ് ഈ ക്ലോക്ക് ടവർ നിലകൊള്ളുന്നത്. ഇതൊക്കെയാണ് ദുബായ് ക്ലോക്ക് ടവറിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു ചെറിയ കാഴ്ചപ്പാട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് ദുബായ് ക്ലോക്ക് ടവറിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്തത്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം.